ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു ഇത് വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പോലും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വരെ അവർ പറഞ്ഞതാണ്. ഇതിനൊരു വാല്യൂ ഇല്ലെന്ന് വരെ ആ പോലീസുകാരൻ പറഞ്ഞതാണ്. പിന്നെ എങ്ങനെ അവരെയൊക്കെ വിശ്വസിക്കണം? നമ്മളൊരു കാര്യം കൊണ്ട് ഇനി എങ്ങനെ ചെല്ലും അവരുടെ അടുക്കൽ? ഇതൊന്നല്ല, ഇനിയിപ്പോൾ ഇത് ആര് എന്നാലും ഇവരിങ്ങനെ തന്നെ. ചേരാനല്ലൂർ പോലീസ് അവരവിടെ നിന്ന് തന്നെ കളിയാക്കുകയൊക്കെ ആയിരുന്നു നമ്മളെ. അവര് ഇത് ഭയങ്കര ശരിയും കളിയാക്കിയാണ്. നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇത് നോക്ക്, നമ്മൾ അതെന്ന് വെച്ചാൽ അവര് ചെയ്തോളൂ, നിങ്ങൾ അങ്ങനെ നോക്കണ്ട ഇങ്ങനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ആ പെണ്ണ് പറഞ്ഞൊരു പോലീസുകാരനോട് പറഞ്ഞു, ഒരു നല്ല അമ്മ മക്കളെ അടിച്ചാണ് വളർത്തേണ്ടത്, ഇങ്ങനെയല്ല. അപ്പം ഞാൻ ആ പോലീസുകാരനോട് വിളിച്ചിട്ടുണ്ട്, ഒരു നല്ല അമ്മയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടപെടുക. കാരണം അയാൾ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടത്. അല്ലാതെ എൻ്റെ മകനെ വലിച്ചടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ നല്ല അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ സൈഡ് പിടിച്ചല്ലിരിക്കണം. പ്രശ്നം എന്തായാലും നമുക്ക് പറഞ്ഞു പരിഹരിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ അത്രയും വരെ അവര് ഇന്ന് കളിയാക്കും. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചോ? പിന്നെ അവര് ഇത് അതിന് ഒത്തുതീർത്ത് പോകാന്നാണ് അവരിൽ പല പോലീസുകാരും എല്ലാവരും മയിലും ഇത് ഒത്തുതീർത്ത് പോകാന്ന് തന്നെയുള്ള ഇത് തന്നെയാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് അവർ കൂടുതലും നമ്മളെ അങ്ങനെ തഴഞ്ഞതും. പിന്നെ മറ്റേവര് നല്ല കാശുകാരായതുകൊണ്ട് കാശ് വാരി എറിയും. അവര് നമുക്ക് കണ്ടാലറിയാം. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കൂട്ടിയ ഒരു സ്ഥലം പറഞ്ഞു, അത് എവിടെയാടാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കോട്ടയത്താ. അപ്പൊ ഞങ്ങളുടെ തൊട്ട് മൂത്തയേട്ടൻ കോട്ടയത്ത് ഏറ്റുമാനൂരുണ്ട്. അപ്പൊ ഞാനത് അവരോട് പറയുകയും കൂടി ചെയ്തു. ഞങ്ങൾ ഏറ്റുമാനൂർ ചേട്ടനുണ്ടെന്ന് വരെ ഞാൻ പറയുകയും കൂടി ചെയ്തു അവിടെ നിന്ന്.